ലെവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അബൂലഹബിന് നല്ല മാർക്കറ്റാണ്. അപ്പോൾ പിന്നെ അബൂലഹബിൻ്റെ സംഭവം അത് ബുഖാരിയിൽ ഉണ്ടെന്ന് പറയാം. യഥാർത്ഥത്തിൽ ബുഖാരിയിൽ കിതാബുൻ നിക്കാഹിൽ ബാബു വ ഉമ്മഹാത്തുക്കും ഉല്ലാത്തി അർദഅനക്കും എന്ന് പറയുന്ന കിതാബുൻ നിക്കാഹിൽ 21-ാമത്തെ അധ്യായമാണ്. യഹ്റൂം മിനർ റളാഇ മാ യഹ്റൂം മിൻ നസബി, പിന്നെ നസബിലൂടെ ഹറാമാകണത് മുലകുടി ബന്ധത്തിലൂടെയും ഹറാമാകും എന്നതാണ് ബാബ്. അതിൽ ഉമ്മു ഹബീബ ബിൻ അബി സുഫിയാൻ്റെ സംഭവവുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിന് ശേഷം, അതായത് പിന്നെ ഉമ്മു സലമ ഖുൽതു നഅം ഫഖാല ലൗ അന്നഹ ലം തകുൻ റബീബത്തി ഫി ഹജ്രി മാ ഹല്ലത്ത് ലി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവം അങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പം അതിൽ അസ്വൈബത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവം അർളഅത്നി അബാ സലമ സുവൈബത്തു, അർളഅത്നി വ അബാ സലമ, എനിക്കും അബൂ സലമക്കും സുവൈബത്ത് എന്തിട്ടുണ്ട്, മുല കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ഈ ഹദീസിൻ്റെ പിന്നെ റിപ്പോർട്ടറായിട്ടുള്ള ഉർവ, അദ്ദേഹം ഉർവത്ത് ബിൻ സുബൈർ, അദ്ദേഹം താബിയാണ്. അദ്ദേഹം പറയാണ് പിന്നെ സുവൈബത്ത് എന്ന് പറഞ്ഞ ആരാണ്, ഈ പറഞ്ഞ എനിക്കും അതുപോലെ തന്നെ അബൂ സലമക്കും മുലയൂട്ടിയ സുവൈബത്ത് ആരാണ്? അവർ മൗലാത്തുൻ ലി അബീ ലഹബ്, അബൂലഹബിൻ്റെ ഒരു മോചിത അടിമയായിരുന്നു. കാന അബൂലഹബിൻ ആതഖഹ, അബൂലഹബ് അവരെ മോചിപ്പിച്ചു. ഫഅർളഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മോചിപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്ത് ചെയ്തിട്ടുണ്ട്, മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫലമ്മ മാത്ത അബൂലഹബിൻ, അങ്ങനെ അബൂലഹബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഉരിഹു ബഅദു അഹ്ലി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെ സ്വപ്നത്തിൽ കണ്ടു? ബിശർരി ഹീബത്തിന്, വളരെ മോശമായ അവസ്ഥയിൽ. എന്ന് പറഞ്ഞാൽ അബൂലഹബ് അല്ലേ, ദബ്ബത്ത് ചെയ്ത അബീലഹബിൻ എന്ന് അള്ളാഹ് പറഞ്ഞാണല്ലോ. അപ്പോൾ ആ വളരെ മോശമായ അവസ്ഥയിൽ പിന്നെ കണ്ടു. കാല ലഹു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, മാ ലഖീത്ത, എന്താ ഇപ്പം എൻ്റെ അവസ്ഥ, നരകത്തിൽ ഇപ്പം എന്തൊക്കെയാണ് എൻ്റെ അവസ്ഥ? അപ്പോൾ അബൂലഹബ് പറഞ്ഞു, ലം അൽഖ ബഅദക്കും, നിങ്ങൾക്ക് ശേഷം എനിക്ക് നല്ലൊരു നന്മൊന്നും ഉണ്ടായിട്ടില്ല. ഗൈറ അന്നി സുഖീത്തു ഫി ഹാദിഹി ബി അതാഖത്തി സുവൈബ, സുവൈബയെ മോചിപ്പിച്ചത് കൊണ്ട് എൻ്റെ ഈ വിരലിൻ്റെ അടിയിൽ കൂടെ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കിങ്ങനെ വെള്ളം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പോൾ നബിദിനത്തിന് തെളിവ്. ഇതിലിപ്പോൾ നബി ഇല്ല, അതായത് ഈ സംഭവത്തിൽ എന്തില്ല, നബി ഇല്ല, നബിദിനും ഇല്ല. കാരണം ഈ സംഭവത്തിൽ എവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സ്വപ്നക്കഥയാണ്. യഥാർത്ഥത്തിൽ പിന്നെ ഇവരിത് കൊണ്ടുവരൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ അബൂലഹബ് അവരെ മോചിപ്പിച്ചു എന്ന് ബുഖാരിയിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ അങ്ങനെയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ തിങ്കളാഴ്ച ദിവസമാണ് ഇളവ് ലഭിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ സഹീഹ് ബുഖാരിയിൽ ഇല്ല. അത് തിങ്കളാഴ്ചയാണ് സുവൈബത്ത് പിന്നെ അബൂലഹബിന് എന്ത് ഇളവ് കിട്ടുന്നത് എന്നുള്ളത് ബുഖാരിയിൽ ഇല്ല. ഇനിയിപ്പോൾ ഇളവ് കിട്ടുന്നുണ്ട് എന്നാരാ പറഞ്ഞത്? ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇളവ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. അപ്പോൾ അബൂലഹബ് പറഞ്ഞ ഇസ്ലാമിന് തെളിവാകും? ഇല്ലല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് യഥാർത്ഥത്തിൽ വഹി കിട്ടേണ്ടത്. അബൂലഹബിന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, എന്നെ അതും ആ റസൂലുള്ളാഹിയുമായിട്ടാണല്ലോ കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ എന്നെ എൻ്റെ ജനിച്ച സന്തോഷ വാർത്ത കിട്ടിയിട്ട് വൈബത്തിന് മോചിപ്പിച്ചുകൊണ്ട് അബൂലഹബിനുണ്ടെങ്കിൽ അത് നബിയാണ് ആദ്യം അറിയാം വഹിയിലൂടെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തൊരൊറ്റ ഹദീസിലും എന്ത് ചെയ്തിട്ടില്ല, ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞ ആള് അബൂലഹബാണ്. അപ്പോൾ അബൂലഹബ് ഇസ്ലാമിൽ തെളിവാക്കാൻ പറ്റുമോ? എത്രത്തോളം ചെറിയ മുസ്ലിമായ മനുഷ്യൻ തന്നെ അയാൾ പിന്നെ അതിലല്ലെങ്കിൽ ഇസ്ലാമിന് എന്തല്ല, തെളിവല്ല. പിന്നെ കാഫിർ ഏതായാലും തെളിവല്ല. ഇത് കാഫിർ എന്ന് മാത്രമല്ല, തബ്ബത്ത് യദാ അബീ ലഹബിന്ന് അള്ളാഹ് ശപിച്ച് പേരെടുത്ത് ശപിച്ച് പറഞ്ഞ ഒരു കാഫിർ എന്തായാലും ദില്ലെന്താവില്ല, തെളിവാവുകയില്ല. ഇനി മാത്രമല്ല, ഈ ഹദീസ് ഇപ്പോൾ ബുഖാരിയിലുണ്ട്. ബുഖാരിക്ക് നൂറുകണക്കിന് ഷറഹുകളുണ്ട്. ഇപ്പം ഈ ഷറഹിൻ്റെ കയ്യിലുള്ള ഫത്തുഹുൽ ബാരിയാണ്. ഫത്തുഹുൽ ബാരിയിൽ ഇബ്ൻ ഹജർ അസ്ഖലാനി എവിടെയും കണ്ടോ ഇത് ഈദ് മീലാദ് നബിക്ക് തെളിവാണ് എന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് നേരത്തെ പറഞ്ഞ മറ്റേ നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത പോലെ ഹദീസായാൽ മതി, തെളിവാണല്ലോ. അപ്പോൾ ഈ സമസ്തക്കാർക്ക് ഇപ്പം അങ്ങനെയാണ്. അതുപോലെ അവരെന്ത് ചെയ്യാണ്, ഇജ്തിഹാദ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് തെളിവാക്കി ഇബ്ൻ ഹജർ അസ്ഖലാനിയോ അല്ലെങ്കിൽ വേറെ ആരും ഈ പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, പിന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനാണല്ലോ ഇപ്പോൾ ഇവർ നബിദിനം കഴിക്കണം, നബിനെ സ്നേഹിക്കാനാണ്. അപ്പം നബിനെ സ്നേഹിക്കാൻ ഇപ്പം ആരാ തെളിവ്? അബൂലഹബ്. അങ്ങനെ ഒരു ഗതികേട് ഒരു മുസ്ലിമിനുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ പിന്നെ അബൂലഹബിൻ്റെ തെളിവെടുക്കേണ്ട കാര്യമില്ല. അപ്പം അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് എന്ത് പറഞ്ഞു? തബ്ബത് യദാ അബീ ലഹബ്. അബൂലഹബ് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ കൂടെ സുഖമുണ്ട്. അപ്പം നമ്മൾ ഏതാ സ്വീകരിക്കുക? അള്ളാഹ് പറഞ്ഞതാണോ സ്വീകരിക്കുക? അബൂലഹബ് പറഞ്ഞാണോ സ്വീകരിക്കുക? സാധാരണക്കാർ ചിന്തിച്ചാൽ മതി. മാത്രമല്ല ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് മുർസലാണ്. ഇപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി തന്നെ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ വിഷയം വിശദമായി കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിന്നെ വക്കാൻ അബൂലഹബിൻ അത്തഖഹ എന്ന് പറഞ്ഞപ്പോൾ ലാഹിറു അന്ന ഇത്തഖഹു ലഹ കാന ഖബല ഇർലാഇഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ മുല കൊടുക്കണതിനൊക്കെ എത്ര മുമ്പാണ് ഇദ്ദേഹം മുലയൊട്ടിയത് എന്ന് കാണാം. ഇനി ഇദ്ദേഹം പറയാണ് അവലൻ വൗജിബ അവലൻ ബി അന്ന അൽ ഖബർ മുർസലുൻ അർസല ഉർവ. കാരണം ഉർവ താബിയാണ്. താബിയായിട്ടുള്ള ഉർവ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം പറയാണ് അവിടെ. അപ്പോൾ ഇതൊരു മുർസലായ റിവായത്താണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിലാണ് കാണേണ്ടത് എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തെറ്റില്ല പറഞ്ഞിട്ടില്ല. ഇനി അബൂലഹബിനെ തെളിവെടുക്കുന്ന ആളുകൾ, അപ്പോൾ ഇതിപ്പോൾ എവിടുന്നുള്ള തെളിവാ? നരകത്തുനിന്ന് തെളിവാ. നബിദിനം കഴിക്കാന് നമ്മൾ നബിദിനം കഴിക്കുന്ന സ്വർഗത്ത് പോകാം, പക്ഷെ തെളിവ് കൊണ്ടുവരണതോ നരകത്തുനിന്ന്. അബൂലഹബ് പറയുന്നു, അബൂലഹബിന്റെ ആൾക്കാരെന്നെ ഇത് കേൾക്കണം, അവരാണല്ലോ സ്വപ്നം കണ്ടത്. അതെ. പിന്നെ യഥാർത്ഥത്തിൽ ഈ പിന്നെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും സഹാബത്തിനോട് പറയുകയോ സഹാബത്ത് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഇത് കണ്ടുപോയേ ചെയ്തിട്ടില്ല. ഇനി മാത്രമല്ല ഇതിപ്പോൾ സ്വപ്നമാണ് കണ്ടത്. ഇതിപ്പോൾ കണ്ട വ്യക്തി ഈ ഹദീസ് ഇവിടെ ബുഖാരിയിൽ വന്നിട്ടില്ല, ബുഖാരിയിൽ ഇന്ന ആൾ കണ്ടു എന്നും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെയും സ്വപ്നം ഇപ്പോൾ ഒരു സഹാബി തന്നെ കണ്ടു എന്ന് കൂട്ടുക. ഇതിപ്പോൾ ഒരു സഹാബി എന്നെ കണ്ടു എന്ന് കൂട്ടുക. ചെറിയ ഭാഗത്തേക്ക് പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനി അത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ ഭാഗത്ത് സ്ഥിരപ്പെട്ടതല്ല. പിന്നെ ഇനി അങ്ങനെയാണെന്ന് കൂട്ടുക. എന്നാലും അത് തെളിവാകുമോ? കാരണം പറഞ്ഞ വ്യക്തി ആരാണ്? അബൂലഹബാണ്. മാത്രമല്ല ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു സഹാബിയെ സ്വപ്നത്തിൽ കണ്ടു വന്ന് പറഞ്ഞാൽ പോലും എന്താവില്ല, അത് ഹുജ്ജത്താക്കാൻ പറ്റില്ല എന്ന് മറ്റന്മാർ പറഞ്ഞു. കാന്തപുരം തന്നെ ഇത് എന്താ? പ്രവാചകന്മാരുടെ അല്ലാത്ത സ്വപ്നം എന്തല്ല ഇസ്ലാമിൽ തെളിവല്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഈ ഇത്രയും വലിയ തെളിവ് ബുഖാരിയിൽ ഉണ്ടായിട്ട് 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളിപ്പോൾ ഈ തെളിവ് കണ്ടില്ല. 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളിപ്പോൾ ഈ ബുഖാരി എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ 3 നൂറ്റാണ്ടിലില്ല എന്നുള്ളത് ഇവരും അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ ഇത് 3 നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് ഈ തെളിവ് തിരിഞ്ഞിട്ടില്ല എന്നാണ് ഇത് പിന്നെ വ്യക്തമാക്കി മനസ്സിലാക്കുന്നത്. ഇനി ഏറ്റവും രസകരമായ കാര്യം വെച്ചാൽ സാധാരണ ഒരു നബിദിനത്തിനൊക്കെ തെളിവ് കൊണ്ടുവരുന്ന പണ്ഡിതനാണ് ഇമാം സുയൂത്തി എന്ന് പറയുന്നത്. പക്ഷെ ഇമാം സുയൂത്തി പോലും ഈ സംഭവം തെളിവാക്കിയിട്ടില്ല. ഈ അബൂലഹബിനെ ആര് പിടിച്ചിട്ടില്ല? ഇമാം സുയൂത്തി പോലും പിടിച്ചിട്ടില്ല. പിന്നെ പിടിച്ചത് ആരാ വെച്ചാൽ ഷിയാക്കളാണ്. ഷിയാക്കൾക്ക് നിബിധന ഉണ്ടല്ലോ. അപ്പൊ ഷിയാക്കളാണ് യഥാർത്ഥത്തിൽ അബൂലഹബിനെ നരകത്തുനിന്ന് പിടിച്ചുകൊണ്ടെന്ന് ഈ നബിദിനത്തിന് തെളിവുണ്ടാക്കിയത് എന്ന് കൃത്യമായി. ഇനിയിപ്പോൾ ഏറ്റവും രസകരമായ ഇതിപ്പോൾ അബൂലഹബിന് അളവ് കിട്ടുന്ന ഒരു വിശ്വാസകാര്യമാണല്ലോ. ഈ വിശ്വാസകാര്യത്തിന് ഖബറുല്ലാഹാദ് പറ്റൂല എന്നാണ് ആരോ വാദം, ഇവര് വാദം. ഇനിയിപ്പോൾ ഹദീസ് മുർസലിന് സയ്യന്നെ കൂട്ടിയാൽ പോലും ഇങ്ങനത്തെ ഒരു വിശ്വാസപരമായ കാര്യത്തിന് തെളിവെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മാത്രമല്ല ഈ ഹദീസ് ഇപ്പോൾ ബുഖാരിയാണല്ലോ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ബുഖാരിയാണ് ഉദ്ധരിച്ചത്. ഏറ്റവും ചുരുങ്ങിയത് ഈ ഹദീസിൻ്റെ പിന്നെ മത്തിൻ്റെ ഏറ്റവും അവഗാഹമുള്ള പണ്ഡിതനാണ് ആര്? ഇമാം ബുഖാരി. കാരണം ഇമാം ബുഖാരിയുടെ തറാജിമ തന്നെ വ്യക്തമായ തെളിവാണ്. ഈ ബുഖാരിക്ക് ഇത്ര വലിയ തെളിവ് തൻ്റെ സ്വന്തം കിതാബിലുണ്ടായിട്ട് ഏറ്റവും ചുരുങ്ങി എന്ന ഇമാം ബുഖാരിയെങ്കിലും എന്ത് ചെയ്യണം? നബിദിനം കഴിക്കണ്ടേ? അത് കഴിച്ചില്ലല്ലോ. ഇമാം ബുഖാരിയും കഴിച്ചിട്ടില്ല, ഇമാം ബുഖാരിയുടെ ശിഷ്യന്മാരും കഴിച്ചിട്ടില്ല, ഇജറ് 3 നൂറ്റാണ്ട് കഴിച്ചിട്ടില്ല. ഇത് പിന്നെ ആരുണ്ടാക്കി ചോദിച്ചാലും ഇമാം ഫാഖിഹാനി പറഞ്ഞ പോലെ അക്കാലൂന വത്താലു എന്നൊക്കെ പറയും ബാത്തിലിൻ്റെ ആളുകൾ, ചില തിറ്റക്കുതിയന്മാരായിട്ടുള്ള ഉബൈദിയാക്കൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ബുഖാരിയിലും അബൂലഹബിനും എന്തില്ല, നിബിദിനത്തിനുള്ള യാതൊരു തെളിവും ഇല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്.